അവന്റെ കുട്ടിക്ക് 28 കെട്ടിടം അവന് പോണം. അവന്റെ ഭാര്യയുടെ അച്ഛന്, ഭാര്യയുടെ ചിറ്റപ്പന് ആശുപത്രി കിടക്കുന്നത് എന്റെ സാന്നിധ്യം വേണം. അവന് ഒരു കുട്ടിയേ ഉള്ളൂ, രണ്ടാമത്തെ കുട്ടിയെ ഉണ്ടാക്കണം, അതിനവനെ തുറന്നു വിടണം. ഇതാണ് ഉമ്മാരുടെ ഓരോ തവണയും വിശദീകരണമായിട്ട് ചെല്ലുന്നത്. എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ക്രിമിനലിനെ കൊണ്ട് പോലീസുകാർ കൊണ്ട് നടന്ന നല്ല വെള്ളം അടിച്ചിട്ട് ഒന്നിച്ചിരുന്ന് വെള്ളം അടിക്കുന്നു, കോഴിക്കാല് വാങ്ങിച്ചു കൊടുക്കുന്നു. അല്ല നിങ്ങളുടെ കൂടെ ഒരു 4 ക്രിമിനലുകൾ ഇരിപ്പുണ്ടല്ലോ, പെണ്ണുപിടിയന്മാർ ഇരിപ്പുണ്ടല്ലോ രാജാവ് എന്ന് വെച്ച് ഈ ചോദ്യം ചോദിക്കുന്നവനെ ഇറക്കി വിടണം. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ചോദിക്കരുത് കേട്ടോ. അല്ല എന്നാലും CMA നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരു ഞങ്ങൾ ചോദിക്കുന്നില്ല ഉളുപ്പ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവൻ ഒരു പെണ്ണ് കേസിൽ പെട്ടതല്ലേ, ബലാത്സംഗമല്ലേ മുകേശൻ? നിങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലയോ ഭാര്യയുടെ നാവി ചവിട്ടി കീറിയ ഒരാള്, ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്ന യുവസിംഹം? നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് കാമുകിയുടെ ഭർത്താവ് അടിച്ച് കർണം പുകച്ചത്? നിങ്ങളുടെ ശ്രീമതി അല്ലയോ പറഞ്ഞത് ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, കാരണം നോക്കുകുത്തിക്ക് പോലും ഗർഭം ഉണ്ടാക്കുമെന്നാ പറഞ്ഞത്? ഇവനെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് സ്ത്രീ ശാക്തീകരണവും അവൾക്ക് വേണ്ടി എങ്ങനെയാണ് നിൽക്കുന്നത് രാജാവേ എന്ന് ചോദിക്കുമ്പോ ഇവനെ ഇറക്കി വിടണം കേട്ടോ, ഇവൻ വല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതുകൊണ്ട് ഇവനെ ഇറക്കി വിടൂ എന്ന് പറയുന്ന രാജാവ്. എന്നിട്ട് ഈ രാജാവ് പറയുന്ന നിയമം എല്ലാം അംഗീകരിക്കണം. അതേ നടക്കും. അതാണ് കാര്യം. ഏത് മാന്തോപ്പായാലും തിരുമനസ്സൊന്ന് വിചാരിച്ചാൽ അതേ നടക്കൂ. സ്വന്തം കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തന് തിരുവായ്ക്ക് എതിർവായുണ്ടോ? എന്താ കാര്യം? ഏതവൻ നെളിപ്പ് കാട്ടിയാലും അവന്റെ ഒക്കെ ഡീറ്റെയിൽസ് തിരുമനസിന്റെ അടുത്തുണ്ട്. ഇതാ രാജസദസ്സിലെ മറ്റൊരു സദാചാര സദ്ഗുണ സമ്പന്ന സജീവന്റെ സദാചാര മത്താപ്പൂ പ്രസംഗം. കിടിലൻ, പൊളിപ്പൻ, തിമിർപ്പൻ, അങ്ങ് മഹാനുഭാവനാണ് ഗണേശകുമാര പൊന്നുടയതേ മ്യാപ്പ്. എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാൻ വലിയ ആകാംക്ഷയിലാണ്. അയാളെ എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്നാണ്. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലും ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണനുള്ള സാർ എനിക്ക് എമൗണ്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ജയിലിലായിരുന്നു ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടിയുണ്ടായി. പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടിയുണ്ടായി. പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലുള്ള മുതലുകൾ വെച്ചുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ ദുശാസനന്മാരുടെയും കൈവെട്ടാൻ നടക്കുന്ന പൊന്നുതീര മനസ്സ്. കഷ്ടമേ കഷ്ടം. എന്ന് ചോദിക്കും. രണ്ടാമത്തെ കുട്ടിയോ DNA പോസിറ്റീവ് ആയിട്ടുള്ള ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് നാണമുണ്ട്, ഞങ്ങൾക്ക് ഉളുപ്പുണ്ട്. ഇവനെ കൂടെ വെച്ചുകൊണ്ടാണ് രാജാവ് അവൾക്കൊപ്പം എന്ന് പറയുന്നത്. അല്ല വേറെ എനിക്ക് ഇതേപോലെ പറയാൻ ആരും ഇല്ല. അപ്പൊ ഈ വൃത്തികെട്ടവനെ വെച്ച് തന്നെ അവന് നല്ല നാക്കാണല്ലോ.
ഭയങ്കര നാക്കാണ്, ധാർഷ്ട്യമുണ്ട്, മാടമ്പിയാണ്. ഇയാളുടെ പോലെ തന്നെ ഒരു മാടമ്പിയാണ്. അപ്പൊ അവൻ പറയുമോ വേണമെങ്കിൽ മുണ്ടുപൊക്കി കാണിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും ആൾക്കാരെ. അപ്പൊ ആൾക്കാർ പെട്ടെന്നൊന്ന് ഭയന്നു പോകും. ഇവന്റെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇവന്റെ അടുത്ത് വന്നിട്ട് വലിയ വർത്താനം ചോദിക്കൂല, കാരണം ഇവൻ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും. ആ ഒരു ഇത് യൂട്ടിലൈസ് ചെയ്യാനാണ് തോന്നുന്നത് ഇയാൾ. ഇവനാണ് എന്റെ കൊച്ചിന്റെ തന്തര, അവനാണെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അതെല്ലാവർക്കും അറിയാം. ഒരു കൊച്ചവന്റെയാ. അങ്ങനെ നാട്ടിൽ എത്ര കൊച്ചുങ്ങളെ ഉണ്ടായിക്കൊണ്ട് നടത്തും? നോക്കുകുത്തിയെ പോയി ചാടി വീഴുന്നവന്മാരാണ് ഇവന്മാർ രണ്ടെണ്ണം. നോക്കുകുത്തിയെ കെട്ടിപ്പിടിക്കുന്നവന്മാരാ. എനിക്കറിയാം, നിങ്ങൾക്കറിയാമോ, കോഴിക്കോട്ടെ വടകരയെങ്ങാണ്ട് ഇവൻ പോയ സമയത്ത് ഏതോണ്ട് ഒരു കുട്ടികളുടെ ടൂറിന് പോയി. എനിക്കൊന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളോട് ആരാണ്. അപ്പൊ അതിനകത്തിലെ പെൺകുട്ടിയെ കണ്ടുകൊണ്ട് ഇവൻ ആ വണ്ടി പുറകിന് വിട്ടിട്ട് അവസാനം അവർ കൈകാര്യം ചെയ്തെന്ന അറിവ് വർഷങ്ങൾക്ക് മുമ്പ്. ആ സാധനമാണ് ധാർമ്മികത പഠിപ്പിക്കാൻ ഇറങ്ങിയേക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ.